കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണ കവർച്ച കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് 2 കിലോയോളം സ്വർണം പ്രതികൾ കവർന്നത്. കവർച്ചയുടെ പ്രധാന സൂത്രധാരനായ രമേശിന് ബൈജുവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അറസ്റ്റിലായതെന്നും 1.3 കിലോ സ്വർണം കണ്ടെത്തിയെന്നും റൂറൽ SP നിതിൻ രാജ് പറഞ്ഞു. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, മുഖ്യ ആസൂത്രകനായ രമേശിന് ബൈജുവുമായുള്ള മുൻപരിചയം മുതലെടുത്തായിരുന്നോ ഈ സ്വർണ്ണ കവർച്ച നടന്നത്? ഈ സ്വർണ്ണ കവർച്ച കേസ് നടന്നതിന് ശേഷം പോലീസ് നടത്തിയുള്ള അന്വേഷണം അത്തരത്തിലുള്ളതായിരുന്നു. ബൈജു ഇങ്ങനെ സ്വർണം കൊണ്ടുപോകുന്നത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് രമേശനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലും CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലും രമേശനാണ് ഈ കേസിന് പിന്നിലെന്ന് കണ്ടെത്തി. പ്രധാന സൂത്രധാരൻ രമേശനാണെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നത്. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത രമേശ്, വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ഇത് രമേശ് ഇവർക്കെല്ലാം തന്നെ മറ്റുള്ള 4 പേർക്കും രമേശ് 12 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് കൊട്ടേഷനായി നൽകിയ 12 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ പണവും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 1.3 കിലോ സ്വർണ്ണമാണ് ഈ കവർച്ച ചെയ്തതിൽ കണ്ടെത്തിയിട്ടുള്ളത്. അവശേഷിക്കുന്ന സ്വർണം കൂടി ഇനി കണ്ടെത്താനുണ്ട്. 1.75 കിലോഗ്രാം സ്വർണ്ണമാണ് നഷ്ടമായിരുന്നത്. ഇതിൽ മറ്റൊരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. അത് സിനോയ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇനി പിടിയിലാകാനുള്ളത്. ഇയാളുടെ കൈവശമാണോ അവശേഷിക്കുന്ന സ്വർണം എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. സിനോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ 5 അംഗ സംഘവും അറസ്റ്റിലായിരുന്നത് തൃശൂരിൽ വെച്ചാണ്. ദിവ്യ. കൊടുവള്ളി സ്വർണ്ണ കവർച്ചയിലാണ് 5 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. രമേശൻ എന്ന മുഖ്യ സൂത്രധാരനടക്കം പിടിയിലായിരിക്കുന്നു. വിവരങ്ങളാണ് ഷിത ജഗത് നൽകിയത്.